നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ കോടതി വിധിക്കെതിരെ പല അഭിപ്രായങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നു. ഇന്ന് അതിജീവിതയും മഞ്ജുവും ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന ആരാണോ നടത്തിയത് അത് ആരാണെന്നൊന്നും അവർ പ്രത്യേകം എടുത്ത് പേര് പറയുന്നില്ല. ആരായാലും ആ വ്യക്തികൾ സ്വൈരവിഹാരം നടത്തുന്നു എന്ന് പറയുകയുണ്ടായി. കോടതി വിധി വന്ന ഉടനെ തന്നെ ദിലീപിന് നേരെ തിരിയാൻ കാരണം മഞ്ജു ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ മഞ്ജുവിന് നേരെ തിരികെയാണ് ഉണ്ടായിരുന്നത്. ഇത്രയും വിവാദമുണ്ടാക്കിയ കേസ് അദ്ദേഹത്തിന് അനുകൂലമായി വന്നപ്പോൾ സൗമ്യമായി സംസാരിക്കാതെ പകരം അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും ബോഡി ലാംഗ്വേജും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ഇപ്പം ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പക്ഷവും അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള രണ്ട് പക്ഷമായിട്ടാണ് സമൂഹം നിലനിൽക്കുന്നത്. അത് എന്തു തന്നെയായാലും കോടതി വിധി മാനിച്ചേ പറ്റുകയുള്ളൂ. ഇതോടെ തന്നെ കേസ് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇന്ന് ഉണ്ടോ എന്നുള്ളതാണ്. വിധി വരുന്നതിന് മുൻപ് വരെ അതിജീവിതയ്ക്കൊപ്പം നിന്നിരുന്ന ചിലർ വിധി വന്നതിന് ശേഷം പെട്ടെന്ന് മാറി സോഷ്യൽ മീഡിയ ചാനലുകളും ചില സോഷ്യൽ മീഡിയ നിരീക്ഷകരും പെട്ടെന്ന് മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. എന്തുകൊണ്ടാണ് സർക്കാർ രാമൻ പിള്ളയ്ക്ക് സമാനമായ ഒരു സീനിയർ വക്കീലിനെ അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കാൻ തയ്യാറാകാതിരുന്നത്? രണ്ട് പ്രോസിക്യൂഷൻ മറ്റോ കോടതിയിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർ രാജിവെക്കേണ്ടി വന്നു എന്ന് പലതവണയായിട്ട് അതിജീവിത പറയുന്നുണ്ടായിരുന്നു. ഈ രാമൻ പിള്ള വക്കീലിന് സമാനമായിട്ടുള്ള ഒരു സീനിയർ വക്കീൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ, അതായത് അദ്ദേഹത്തിനെതിരെ വാദിക്കാൻ വേണ്ടി നിൽക്കില്ല എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? തെറ്റായൊരു സന്ദേശമല്ലേ നൽകുന്നത്? വലിയ സീനിയർ വക്കീലുകളുണ്ടെങ്കിൽ ഏത് കേസും വാദിച്ച് ജയിക്കാമെന്നുള്ള ഒരു തോന്നൽ സമൂഹത്തിന് നൽകുന്നതാണോ ഇങ്ങനെയുള്ള പ്രവണതകൾ? ഇപ്പോൾ അതിജീവിത ഈ വിധിക്കെതിരെ നിലപാട് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ലഭിച്ചു എന്ന് മാത്രമാണ്. അതായത് കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചതാരാണോ അവരിപ്പോഴും അവരെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അത് അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും സേനയ്ക്കും നിയമത്തിനും മോശമല്ലേ? അതിജീവിത പല തവണ അവർ പറയുന്നത് ചില വ്യക്തികളിലേക്ക് ഈ കേസ് എത്തുമ്പോൾ അതിൻ്റെ ഗതി മാറുന്നു എന്നാണ്. ഈ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന് അവർ തിരിച്ചറിയുന്നു എന്നാണ് അതിജീവിത പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കേസുകൾ നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ കുറ്റവാളികൾ രക്ഷപ്പെടുകയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരിക്കും? ഈ കോടതിയിൽ അതിജീവിത അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർ പറയുന്നു. അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല അവരുടേത്. മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതിനെക്കുറിച്ച് അവർ വാദിച്ചിരുന്നു. അതിൻ്റെ ശരിയായിട്ടുള്ളൊരു രൂപം അവർക്ക് ലഭിച്ചിട്ടില്ല. പ്രോസിക്യൂഷനെ ശത്രുതാപരമായി പെരുമാറി പ്രോസിക്യൂഷൻ രാജിവെക്കേണ്ടതായിട്ട് വന്നു എന്ന് പല കാരണങ്ങൾ അവർ ബുദ്ധിമുട്ട് നേരിട്ടതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതിജീവിത പല ചോദ്യങ്ങളും ഇതോടെ സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ടു തരികയാണ് ചെയ്യുന്നത്. അത്യസാധാരണമായിട്ടുള്ള ഈ കേസിൽ കുറവ് ശിക്ഷയാണ് ലഭിച്ചത് എന്നൊരു പൊതു അഭിപ്രായമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗൂഢാലോചന കേസിൽ അത് ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാത്തത്, ഇത്രയും വർഷമെടുത്ത് വിചാരണ നടത്തിയിട്ടുള്ള ഈ കേസിൽ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നറിയില്ല. കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം മഞ്ജു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കോടതിയോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി മഞ്ജു പറയുന്നത് കോടതി വിധി പൂർണ്ണമായി എന്ന് തോന്നിയിട്ടില്ല. ആരാണോ ഗൂഢാലോചന നടത്തിയത് എന്ന് കണ്ടെത്തി അവരെ കൂടെ ശിക്ഷിച്ചാൽ മാത്രമേ കോടതി വിധി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ്. ഈ രണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കുറച്ചുകൂടി സമൂഹത്തിന് ഒരു ഉണർവ് നൽകിയിട്ടുണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിന്. നീതിപൂർണമായിരിക്കണം നമ്മുടെ സമൂഹവും നീതിന്യായ വ്യവസ്ഥയും. മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സാധാരണക്കാരൻ്റെ അവകാശമാണ് നീതിന്യായ വ്യവസ്ഥ.